നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള തീവ്ര പരിശീലനത്തിലായിരിക്കും നിങ്ങൾ. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷനിൽ കുറെ അധികം പാളിച്ചകൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന്. ഇത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് എഴുതുന്നവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി മറ്റ് എക്സാമുകൾ എഴുതാൻ പോകുന്നവർക്കും അതേപോലെ തന്നെ ഇപ്പോൾ KS പ്രിലിംസ് പോലുള്ള പരീക്ഷകൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന അടിപൊളി കണ്ടന്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് പല പരീക്ഷകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1-ൽ നിന്ന് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് സ്റ്റേജ് 2 പരീക്ഷ എഴുതാനായിട്ട് പോകുന്നവർ നോക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ബ്ലൈൻഡ് ആയിട്ട് ഇനി പഠിച്ചു പോയിട്ട് കാര്യമില്ല. കുറേ ടോപ്പിക്കുകൾ, അതായത് ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. പരീക്ഷയ്ക്ക് എക്സാക്ട്ലി വരുന്ന ടോപ്പിക്കുകൾ പഠിച്ചിട്ട് പോയാലേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് സൂപ്പർ നോട്ട്സ് ആദ്യമേ ഒരു 50 GK ടോപ്പിക്സ് നിങ്ങളോട് പറഞ്ഞു തന്നത്. ആ 50 GK ടോപ്പിക്സിൽ നിന്ന് 27 GK ടോപ്പിക്സ്, അതായത് 50 മാർക്കിലെ 27 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ നമ്മൾ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ തന്ന നമ്മുടെ ബാച്ചുകളിലൊക്കെ കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ പഠിച്ച് നിങ്ങൾ പോയിരുന്നുവെങ്കിൽ സുഖമായിട്ട് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് വേണ്ടി ഫസ്റ്റ് സ്റ്റേജിന്റെ പരീക്ഷയിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള 100 ചോദ്യങ്ങളിൽ നിന്ന് 100 ടോപ്പിക്കുകളിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, ഏത് മേഖലയിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഏത് മേഖലയ്ക്കാണ് നിങ്ങൾ അഡ്വാൻറ്റേജ് കൊടുക്കേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഏത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. അതായത് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വന്നത്. നമുക്കറിയാം സിലബസിൽ 10 മാർക്കാണ് ഹിസ്റ്ററിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 10 ചോദ്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നിന്ന് വന്നത്. അതിൽ തന്നെ കേരള ഹിസ്റ്ററി പരിശോധിച്ചാൽ 3 ചോദ്യങ്ങൾ കേരള ഹിസ്റ്ററിയിൽ നിന്ന് പ്രിലിമിനറി 1-ന് എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? ഒന്ന് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് നമ്മൾ 17-ാം ദിവസം ഡിഗ്രി പ്രിലിമിനറിയുടെ 50 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സീരീസിന്റെ 17ാമത്തെ ദിവസം നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു ആ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരുമെന്ന്. അതേപോലെ രണ്ടാമത്തെ ചോദ്യം കേരള ലിറ്ററേച്ചർ സോഴ്സസ് ആണ്. നമുക്കറിയാം കേരള ഹിസ്റ്ററിയുടെ സിലബസിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന, വല്ലപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേരള ലിറ്ററേച്ചർ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഡേ 45 നമ്മുടെ കേരള കലകളും അതേപോലെ കൃതികളും നമ്മുടെ ലിറ്ററേച്ചറും ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടിൽ എന്തുണ്ട്, ഈ ഒരു കണ്ടന്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ലിറ്ററേച്ചർ സോഴ്സസ് എന്ന് പറയുന്ന ഭാഗവും നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഡേ 44-ലെ ടോപ്പിക്കാണ് ഈ പറയുന്ന സോഷ്യൽ റിഫോം മൂവ്മെന്റ്. അതിൽ നിന്നും ഒരു ചോദ്യമുണ്ട്. ഈ 3 ടോപ്പിക്കുകളാണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഈ പ്രിലിമിനറി 1-ന് ചോദിച്ചത്. അതേസമയം ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ അവിടെ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ചോദ്യം മെഡീവിയൽ ഇന്ത്യ ആണ്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് മെഡീവിയൽ ഇന്ത്യ. വളരെ വാസ്റ്റ് ആണ്, പക്ഷേ എന്താണ്, 1 മാർക്കിന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഭാഗമാണ്. അതേപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ട് 1947-ലെ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഡേ 9, 10 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടോപ്പിക്കാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഡേ 9, 10 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും നമ്മൾ 9, 10 ദിവസങ്ങളിലായിട്ട് തന്നിട്ടുള്ള ടോപ്പിക്കിനകത്ത് നിന്നുള്ള ചോദ്യമാണ്. എത്ര വ്യക്തമാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 2 ഉള്ള ആളുകൾ, മക്കളെ, നിങ്ങൾക്ക് ഈ പറയുന്ന 45 ഇനിയും ബാക്കിയൊരു കുറച്ച് ടോപ്പിക്സ്, ഈ ഫസ്റ്റ് പ്രിലിമിനറിക്ക് വന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സിൻ്റെ നോട്ട് കൂടി നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായിട്ട് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങൾ ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് അതിൽ അംഗങ്ങളായിരിക്കുക. അല്ല എങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ഇനി ലിങ്ക് ഇല്ല എങ്കിലോ, ലിങ്ക് വർക്കായില്ല എങ്കിലോ നിങ്ങൾ പേടിക്കേണ്ട. നേരെ സൂപ്പർ നോട്ട്സ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെലഗ്രാം ചാനലിലേക്ക് പോയി ഈ ടോപ്പിക്കുകൾ കണ്ടു പഠിക്കാൻ പറ്റും. എല്ലാ ടോപ്പിക്കുകളും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 9, 10 ദിവസങ്ങളിലായിട്ട് എന്താണ് ചോദ്യം വന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ലെവലിൽ UPSC
ലെവലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ആ ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ നമ്മൾ തന്നിട്ടുള്ളത് എന്നുകൂടി എന്ത് ചെയ്യുക, ഓർക്കുക. അതേപോലെ 1857 റിവോൾട്ട് ഡേ 3 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 ചോദ്യങ്ങൾ, അപ്പോൾ ഈ പറയുന്ന 7 ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് തന്നിട്ടുള്ള ഭാഗത്ത് നിന്ന്, നിങ്ങൾക്ക് ടെലഗ്രാമിൽ തന്നിട്ടുള്ള ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വന്നത്. അതേസമയം വേൾഡ് ഹിസ്റ്ററി നോക്കിയേ, കോൾഡ് വാർ, റഷ്യൻ റവല്യൂഷൻ, UN, ഈ 3 ഭാഗങ്ങളിൽ നിന്നാണ് വേൾഡ് ഹിസ്റ്ററിയിൽ ചോദ്യം വന്നിട്ടുള്ളത്. കോൾഡ് വാർ, ശീതസമരം, അതായത് ഇന്ത്യ ആഫ്റ്റർ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റി പറയുന്ന ഭാഗമാണ്. റഷ്യൻ റവല്യൂഷൻ, UN, ഈ 3 ഭാഗങ്ങളിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 10 ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെയാണ്, ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ മനസ്സിലായി, ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇനി നോക്കിയാൽ ജോഗ്രഫി 5 മാർക്കിൻ്റെ ടോപ്പിക്കുകളാണ് ജോഗ്രഫിയിൽ നിന്ന് വരിക. 5 മാർക്കിൻ്റെ ടോപ്പിക്കുകൾ. അതിൽ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്ന് 2 ചോദ്യങ്ങളും, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 2 ചോദ്യങ്ങളും, കേരള ജോഗ്രഫിയിൽ നിന്ന് 1 ചോദ്യവുമാണ് ചോദിച്ചത്. അതിൽ ഫിസിക്കൽ ജോഗ്രഫിയിൽ ടോപ്പോഗ്രഫിക് മാപ്പുകളിൽ നിന്നും ലാൻഡ് റിഫോമുകൾ, ഈ 2 ഭാഗങ്ങളാണ് ചോദ്യം. ഇതിൻ്റെയൊക്കെ നോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ ഈ ദിവസങ്ങളിൽ തരുന്നുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സൂപ്പർ നോട്ട്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മളെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു എന്താണ് ഐക്കൺ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ടുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ടെലഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിസ്സാക്കരുത്, ഇപ്പോൾ തന്നെ എന്ത് ചെയ്തേക്കാം, ജോയിൻ ചെയ്തേക്കാം. ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ ക്ലൈമറ്റ് ആണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും കേരള ജോഗ്രഫിയിൽ നിന്നും ക്ലൈമറ്റ്, അവിടെ തന്നെ മൺസൂണിൽ നിന്നാണ് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ നോട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ്, 5 ചോദ്യങ്ങളാണ് ജോഗ്രഫിയിൽ വന്നിട്ടുള്ളത്. ഇനി പരീക്ഷയ്ക്ക് പോകുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ ടോപ്പിക്കുകൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. എക്കണോമിക്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ വന്നു. അതിൽ 3 ചോദ്യങ്ങൾ നമ്മൾ നോട്ടായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നാഷണൽ ഇൻകം ഡേ 11 നമ്മൾ തന്നിരുന്നു. ദെൻ 5 ഇയർ പ്ലാനിൽ നിന്നൊരു ചോദ്യമുണ്ട്, ഡേ 24 തന്നിരുന്നതാണ്. നീതി ആയോഗ് ഡേ 28 തന്നിരുന്നതാണ്. പിന്നെ ടാക്സസ് ആൻഡ് നോൺ ടാക്സസും ഡെഫിസിറ്റ്സും ഈ നോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നാഷണൽ ഇൻകം, 5 ഇയർ പ്ലാൻ, നീതി ആയോഗ്, ടാക്സസ് ആൻഡ് നോൺ ടാക്സസ്, ഡെഫിസിറ്റ്സ്, അതായത് നമ്മുടെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം, ഇത്രയും ഭാഗത്തു നിന്നാണ് എക്കണോമിക്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെയാണ്, സെറ്റാണ്. അടുത്ത നോക്കിയാൽ സിവിക്സ് ആണെങ്കിലോ, അവിടെ നിന്ന് 4 ചോദ്യങ്ങളാണ്. സിവിക്സിൽ നിന്ന് 4 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. 5 ചോദ്യങ്ങളാണ് വരുമെന്ന് പറഞ്ഞത്. സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. എന്നാലും 4 ചോദ്യങ്ങൾ സിവിക്സ്. അവിടെ ഇ ഗവേണൻസ് ഉണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഡേ 37 നമ്മൾ തന്നിരുന്നതാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ തീമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ഹ്യൂമൻ റൈറ്റ് ഡേയുടെ തീമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കറണ്ട് അഫെയർ ചോദ്യവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സിവിക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണം, ഈ 4 ടോപ്പിക്കുകൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, നോക്കി വേണം പോകാൻ. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 6 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആന്റി ഡിഫെക്ഷൻ ലോ ഡേ 16 അമെൻമെന്റുകൾക്കകത്തിൽ നമ്മൾ തന്നിട്ടുള്ളതാണ്. 73rd അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഡേ 16 16ാമത്തെ ദിവസം തന്നിട്ടുള്ളതാണ്. മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ 4 തന്നിട്ടുള്ളതാണ്. എമർജൻസി ഡേ 7 ഉണ്ട്. അമെൻമെന്റ് 42മായി ബന്ധപ്പെട്ട് ഡേ 25 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡേ 33 ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ഡേ 33 അങ്ങനെ 6 ക്ലാസ്സുകൾ, എത്ര 6 ക്വസ്റ്റ്യനുകൾ നമ്മൾ തന്നിട്ടുള്ള 6 നോട്ടുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 6 ചോദ്യങ്ങളും നമ്മൾ തന്നിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ എത്ര ക്ലിയർ കട്ട് ആയിട്ടാണ് സൂപ്പർ നോട്ട്സ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. വെറുതെ വന്നിരുന്ന് പറയുകയല്ല, നമ്മൾ തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരിക. ഇനി ആർട്സ് ലിറ്ററേച്ചർ നോക്കിയാൽ 10 മാർക്കിന് 10 ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു. ലിറ്ററേച്ചർ വർക്ക്സ്, ആർട്സ് വർക്ക്, റിനേസൻസ്, സിനിമ അവാർഡ്സ്, ക്യാരക്ടേഴ്സ്, കൾച്ചർ, ന്യൂസ് പേപ്പർ, ഒളിമ്പിക്സ്, സ്പോർട്സിൻ്റെ ടേംസ്, നാഷണൽ സ്പോർട്സ് ഗെയിംസ്, ഇതിൽ മിക്കത് നമ്മൾ ഡേ 45 കവർ ചെയ്താണ് കേട്ടോ. ഡേ 45 കവർ ചെയ്തിട്ടുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നതിലെ മിക്ക ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ടോപ്പിക്കുകളാണ് ഇനി നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി മാത്സിലേക്ക് വന്നാൽ ഏജിൽ നിന്നൊരു ചോദ്യമുണ്ട്. പെർസെൻറ്റേജ്, ടൈം, വർക്ക് ആൻഡ് ടൈം, ജോഗ്രഫിയുടെ 2D, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ, ഫ്രാക്ഷൻസിൽ നിന്നൊരു ചോദ്യമുണ്ടായിരുന്നു, ഡെസിമൽസിൽ നിന്നും ഒരു ചോദ്യമുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് 2 ചോദ്യങ്ങൾ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, ജോമെട്രിക് പ്രോഗ്രഷൻ എന്നൊരു ചോദ്യമുണ്ട്. നമ്പർ സിസ്റ്റത്തിന് ഏകദേശം 4ഓളം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ക്ലോക്കിൽ നിന്ന് 2 ചോദ്യങ്ങൾ, റാങ്കിങ് ആൻഡ് ഓർഡറിങ്,
സീരീസിൽ നിന്ന് 2 ചോദ്യങ്ങൾ. ഇങ്ങനെ മാത്സിൽ ആകെ റീസണിങ്ങും അതേപോലെ തന്നെ മാത്സിന്റെ ടോപ്പിക്കും കൂടി എടുത്താൽ 20 ചോദ്യങ്ങൾ, ഏകദേശം 13ഓളം ടോപ്പിക്കുകളിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. നമ്പർ സിസ്റ്റത്തിൽ നിന്നൊക്കെ 4 ചോദ്യങ്ങളോളം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടോപ്പിക്കുകൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വേണം നിങ്ങൾ പോകാൻ. ഇംഗ്ലീഷ് നോക്കിയാൽ ഗ്രാമറും അതേപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറിയും കൂടി ചേർത്താണ് പറയുക. ടൈപ്സ് ഓഫ് സെന്റൻസ് ചോദ്യമുണ്ട്, പെർസെൻറ്റേജ്, ക്വസ്റ്റ്യൻ ടാഗ് ചോദ്യമുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ടെൻസസിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കോറിലേറ്റീവ്സ്, കറക്ഷൻ ഓഫ് സെന്റൻസസ്, ആക്റ്റീവ് ആൻഡ് പാസീവ്, സിനോണിംസ് 2 എണ്ണം ഉണ്ട്, സിനോണിംസുമായി ബന്ധപ്പെട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആന്റോണിം, സ്പെൽ ചെക്ക്, ഫോറിൻ വേർഡ്, ഫ്രേസൽ വെർബ്, പ്രിഫിക്സ്, സിംഗുലർ ആൻഡ് പ്ലൂറൽ, ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷിൽ എന്ത് വന്നിട്ടുള്ളത്, ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതേസമയം മലയാളം നോക്കിയാലോ, പരിഭാഷ, പുല്ലിംഗം, സ്ത്രീലിംഗം, പിരിച്ചെഴുത്ത്, പദശുദ്ധി, വാക്യശുദ്ധി, വചനം, ഘടകപദം, ശൈലി, ചേർത്തെഴുത്ത്, പഴഞ്ചൊല്ലുകൾ, ഇവയിൽ നിന്നാണ് 10 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം 100 മാർക്കിന് വന്ന ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. ഇതിൽ 50 GK ടോപ്പിക്സിൽ 30ഓളം GK ടോപ്പിക്സ് നമ്മൾ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയാൽ കാണാൻ പറ്റും. ആ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ട്. ബാക്കി ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനിയുള്ള ദിവസങ്ങൾ ഇടാൻ പോവാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കണ്ടന്റുകൾ തരുന്നുണ്ട്, മറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേ എക്സാമിന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം, കുറച്ചുകൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടി മാത്രമുള്ള ബാച്ചാണ്. ഡിഗ്രി പ്രിലിംസ് കില്ലർ ബാച്ച്. ഇതൊരു പ്രിലിംസ് ഉള്ള ബാച്ച് ആണ്. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. മെയിൻസ് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻസ് ബാച്ചുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും അതേപോലെ സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുമുള്ള മെയിൻസ് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പ്രിലിംസിന് എങ്ങനെ നമ്മൾ സഹായിച്ചോ അതേപോലെ തന്നെ മെയിൻസിന് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട, എത്രയും വേഗം 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് പഠിക്കുക. സെക്കൻഡ് സ്റ്റേ എക്സാമിനേഷൻ നിങ്ങൾക്കുള്ളതാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.